ബൈജു കൊട്ടക്കര ഇവിടെ ഈ പറയുന്ന വ്യവഹാര വഴി അതിന്റെ വാദങ്ങൾ ഒക്കെ നമ്മുടെ നിൽക്കട്ടെ. അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഗ്യാങ് റേപ്പിനേക്കാൾ ഭീകരമായി എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത് ഇത് ഫോണിൽ ഇത് സജി നന്ദിയായിട്ട് ഇപ്പൊ ഭീഷണിപ്പെടുത്തി ഇപ്പൊ ഹാഷ്മി അങ്ങോട്ട് പോയില്ലേ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ആ ഭീഷണി ഏക്കൂല കേട്ടാ. അപ്പൊ ഓക്കെ ബൈ. ബൈജു കൊട്ടക്കര ഇവിടെ എനിക്ക് ആ ഗ്യാങ് റേപ്പിനേക്കാൾ തോന്നി ഭീകരമായി. ഹാഷ്മി ഒരു കാര്യം പറഞ്ഞിട്ട് ബൈജു കൊട്ടാരനെ പൊക്കോ, എന്നെ വിട്ടോ, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെയുള്ള ലൂസ് ടോക്ക് ഒരു കോടതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കത്ത് വന്നാൽ ആ കത്ത് അതിന് സന്ദർഭം, അതിന് സാഹചര്യം, അതോട് ചേർത്ത് നിർത്തുന്ന എവിഡൻസ് സമർപ്പിക്കണം. ഇവര് പറഞ്ഞത് ദൈവത്തെ ഓർത്ത് ആ ജഡ്ജ്മെന്റ് കേരള ജനതയോട് എൻ്റെ റിക്വസ്റ്റ് ആണ്. ദൈവത്തെ ഓർത്ത് ഈ ജഡ്ജ്മെന്റ് നിങ്ങളൊന്ന് വായിക്കണം പ്ലീസ്. ഇവർ പറയുന്ന ഈ കള്ള ആരോപണങ്ങൾ അതിൽ ചെയ്ത യഥാർത്ഥ പ്രതി വെളിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് കേരള ജനതയെ. ദൈവത്തെ ഓർത്ത് വായിക്കണം. മേഡത്തെ പിടിച്ചോ, പോലീസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് നമ്മളോട് ചോദിക്കുന്നത്. പ്ലീസ്, ഇത്തരം ഒരാളൊരു കത്തെഴുതി, ഞാൻ എഴുതുകയാണ്, ശരി ശരി ബൈജു കൊട്ടക്കര ഇവിടെ എനിക്കത് വായിച്ചപ്പോൾ ഞാൻ തെറ്റാണെങ്കിൽ തിരുത്തണം. എനിക്ക് തോന്നിയത് ഗ്യാങ് റേപ്പിനേക്കാൾ ഭീകരമായി തോന്നിയത് ഇത് ഫോണിൽ ചിത്രീകരിക്കാനുള്ള ദുഷ്ടബുദ്ധിയാണ്. ബൈജു കൊട്ടക്കര നോക്കൂ, എന്താണ് ഒരിക്കലും ഒരു കാലത്തും അത് പുറത്തേക്ക് എനിക്ക് അത് എങ്ങനെ പറഞ്ഞ് ഫോർമുലേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ, ആ ക്രൂരതയുടെ ദൃശ്യങ്ങൾ ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമാണ്. കോടതിയാകുമ്പോൾ കോടതിയുടെ ഉത്തരവാദിത്തമാണ്. കോടതിയുടെ ചെസ്റ്റിൽ 10 മണിക്ക് 12 മണിക്ക് ഏതൊക്കെയോ ഫോണിൽ ആരൊക്കെയോ കണ്ടു, എന്തൊക്കെയോ ചെയ്തു, അതിന് ഹാഷ് വാല്യൂ മാറിയതുകൊണ്ട് ഈ പറയുന്ന തെളിവിൽ പ്രശ്നമുണ്ടെന്ന് അർത്ഥമില്ല എന്ന് കോടതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് മാറി, അതാരൊക്കെയോ നോക്കി, എന്തൊക്കെയോ ചെയ്തു, അതിലിപ്പോഴും അതിജീവിതം പേടിക്കുന്നുണ്ട്. അതിനടക്കം മറുപടി വേണ്ടേ ബൈജു കൊട്ടക്കര? എല്ലാം തീർന്നോ ഒരു ഉത്തരവിൽ? തീർച്ചയായിട്ടും ഹാഷ്മി, എനിക്ക് പറയാനുള്ള സമയം തരണം ഹാഷ്മി. ഞാൻ ആ കാര്യങ്ങൾ പറയട്ടെ. അതായത് ഈ പെൻഡ്രൈവ് ആദ്യം തന്നെ സുനി കൊടുത്തത് 3 കോപ്പി എടുത്തെന്നാണ് ഈ സുനി തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മി കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഹലോ, കേൾക്കാം ബൈജു, പറഞ്ഞോ. ഈ പൾസർ സുനി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പെൻഡ്രൈവിന്റെ 3 കോപ്പികളാണ് എടുത്തതെന്നാണ്. ഒരെണ്ണം ഒരു വക്കീലിന് കൊടുത്തു, ഒരെണ്ണം ലക്ഷ്യ എന്ന് പറയുന്ന കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ആ വസ്ത്രസ്ഥാപനത്തിൽ കൊണ്ടു കൊടുത്തു. സാഗർ എന്ന് പറയുന്ന ആളാണ് അതിന് സാക്ഷി. പിന്നെ അടുത്ത ഒരെണ്ണം ഇവന്റെ കയ്യിൽ സൂക്ഷിച്ചു എന്നും പറയുന്നു. ഈ പറഞ്ഞ പെൻഡ്രൈവ്, അതിന്റെ ആ മെമ്മറി കാർഡ് അങ്കമാലി കോടതിയിൽ നിന്നും ഒരു ദിവസം പുറത്തുപോയി. താജുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ അതെടുത്ത് പുറത്തു കൊണ്ടുപോയി ഏതാണ്ട് നാളുകളോളം അയാളുടെ കയ്യിൽ സൂക്ഷിച്ചു. ആ സമയത്താണ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം, ആ സമയത്താണ് ബാലചന്ദ്രകുമാർ വീട്ടിലുള്ളപ്പോൾ ഒരു VIP വീട്ടിലേക്ക് വന്നു, ഒരു മെമ്മറി കാർഡ് കൊടുക്കുന്നു, ഒരു ലാപ്ടോപ്പിലിട്ട് കാണുന്നു എന്ന് പറയുന്നു. വളരെ നേരിയ ശബ്ദത്തിൽ ആണ് അതിനകത്ത് പല ശബ്ദങ്ങളും ഉണ്ടായിരുന്നത്. അത് 20 ടൈംസ് ഇംപ്രൂവ് ചെയ്തിട്ട് അത് കേൾപ്പിക്കുന്നു എന്ന് പറയുന്നതും അതിനകത്ത് കേട്ട ശബ്ദശകലങ്ങൾ ഉൾപ്പെടെ ഈ ബാലേന്ദ്രകുമാർ കോടതിയിൽ മൊഴി കൊടുക്കുന്നു. അത് അന്ന് അവിടെ കേട്ട പലതിൻ്റെയും ഓഡിയോ റെക്കോർഡുകൾ ബാലേന്ദ്രകുമാർ പോലീസിന് കൈമാറുന്നു. അതിനുശേഷം ഇത് കൗസർ എടപ്പകത്ത് എന്ന് പറഞ്ഞ ജഡ്ജി, അത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരുന്നപ്പോൾ ആ കോടതിയിൽ നിന്നും ഇത് വെളിയിലേക്ക് പോകുന്നു. പിന്നീട് പോകുന്നത് ഇപ്പോഴത്തെ വിചാരണ കോടതിയിൽ, അതായത് ഇപ്പോഴത്തെ ഈ സ്പെഷ്യൽ കോടതിയിൽ, ആ കോടതിയിൽ നിന്നും ഒരു ദിവസം ഉച്ചയ്ക്ക് ഇത് വെളിയിലേക്ക് പോകുന്നു. ഈ 3 സമയത്ത് വെളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മെമ്മറി കാർഡിൽ ഉണ്ടായ സംഭവം നമ്മുടെ 24 ചാനൽ വരെ വെളിയിൽ വിട്ടതാണല്ലോ. അതായത് ദിലീപിന്റെ അനുജനും കൂടി ഞാൻ അന്നും പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയുന്നു, എന്റെ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അന്നു മുതൽ ഇവര് തൃശ്ശൂർ മുതൽ പിന്നെ എറണാകുളം വരെ, അത്താണി വരെയുള്ള സ്ഥലങ്ങളിൽ പോയി ഈ സ്ഥലങ്ങളിൽ ഇത് റീക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലെ സംസാരങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നു. ഈ റീക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ മുഴുവൻ ഇവർ ഈ മെമ്മറി കാർഡിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിയിട്ട് കാശ്മീർ അന്ന് ഞാൻ ഈ പണി നിർത്തും. അത് ഈ മെമ്മറി കാർഡുകളിൽ അതാണ് കുത്തി നിറച്ചിരിക്കുന്നത്. ഈ ജഡ്ജ്മെന്റിനകത്തൊരു വാചകം പറയുന്നുണ്ട്, സജി മുമ്പേ പറഞ്ഞല്ലോ, ഈ ജഡ്ജ്മെന്റ് കണ്ടപ്പോ തല കുനിഞ്ഞു പോകുന്നു എന്ന്. ശരിയാ, ഇത്രയും നാള് സജി 8 വർഷം കൊണ്ട് പറഞ്ഞ കള്ളത്തരങ്ങൾ പാപഭാരം കൊണ്ട് തല കുനിഞ്ഞു പോകും.
ദൃശ്യം കണ്ടുപോ. കയ്യിലുണ്ടെങ്കിൽ എന്തിനു സജി, recreate ഞാൻ ചെയ്യണം? പറയട്ടെ, എന്റെ തന്റെ ചോദ്യം. സമയം കഴിഞ്ഞാലേ ഞാനൊന്ന് പറയട്ടെ. ദൃശ്യം അത് ഏറ്റവും വലിയ കള്ളന്റെ പണിയാണ്. ഈ ഊളത്തരം ദൃശ്യം കേട്ടോണ്ട് കയ്യിൽ മടുത്തു വെച്ചുകൊണ്ട് അതിന്റെ പോയി. ഓഡിയോ ഈ ജഡ്ജിമെന്റ് ഒന്ന് വായിക്ക് ബൈജു. അതിന്റെ മറുപടി ഓഡിയോ അതിലുണ്ട്. റീക്രിയേറ്റ് ചെയ്ത് ഈ മെമ്മറി കാർഡിൽ കയറ്റിയിട്ടുണ്ട്. സജികുമാർ, ഞാൻ പറയട്ടെ സജി, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു കേട്ട് തനിക്ക് പറയാം. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, കള്ളത്തരങ്ങൾ മാത്രം പറയാമല്ലോ. പാപഭാരം കൊണ്ട് തല കുനിയല്ലേ, കുറച്ചേരം കുനിച്ചു പോയി. ഇനി ഞാനൊന്ന് പറഞ്ഞു ജഡ്ജിമെന്റ് വായിച്ചിട്ട് മറുപടി പറയൂ. ഈ റീക്രിയേറ്റ് ചെയ്ത സാധനം ഹാഷ്മി ബൈജു എത്ര നാൾ ഓടിയതാ പടം, ഒത്തിരി ഓടിയ പടം, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല വൈജു പറയട്ടെ. വായിച്ചിട്ട് വാ. ഇത് റീക്രിയേറ്റ് ചെയ്ത ഈ സാധനം വായിക്കുന്നതിനകത്ത് എന്താ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സജി. എന്താ ഉള്ളതെന്ന് അറിയാമല്ലോ. പ്രതിഭാവം വക്കീല് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ വിധിന്യായത്തിലുണ്ട്. കോടതി മറുപടിയുണ്ട്, മറുപടി ഒരു വശമല്ല പറഞ്ഞത്. മറുപടി അതിജീവിതയാണ് പറഞ്ഞത്. അതിജീവിതയാണ് പറഞ്ഞത്. ഇപ്പൊ ടി ബി മിനി പറഞ്ഞില്ലേ, തെളിവ് ഗുണ്ടകളാണ് കോടതിയില്. ഗുണ്ടകൾ കൊടുക്കാതെ തലവനോ സുകേഷ് മേനോൻ ആരാ? ഗുണ്ട. പിന്നെന്താ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊല്ലാൻ കോടതി മുറികളിൽ പോയി എന്ന് പറയുന്നത് അതിജീവിത അഭിഭാഷകയായിരുന്ന വ്യക്തിയാണ്. പറഞ്ഞില്ലേ ബാർ കൗൺസിൽ പരാതി കൊടുക്കാൻ പറ്റുമോ? ബാർ കൗൺസിൽ പരാതി കൊടുക്കാൻ പറ്റുമോ? അഭിഭാഷക ബാർ കൗൺസിൽ പരാതി കൊടുക്കാൻ അയാളുടെ ഫോണൊന്ന് മ്യൂട്ട് ചെയ്യും. അല്ല, അയാളുടെ വോയിസ് ഒന്നും മ്യൂട്ട് ചെയ്യും. ആ കള്ളം പറയുന്ന കള്ളന്റെ ആ ഫോണൊന്ന് മ്യൂട്ട് ചെയ്യും. അതായത് കോടതി മുറിയിൽ ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ തല്ലാനായിട്ട് പോകാൻ സുകേഷ് മേനോൻ എന്ന് പറയുന്ന വക്കീൽ എന്താ ഗുണ്ടയാണ്? രാമപിള്ള എന്ന ഗുണ്ട തലവനാണ്. ഇതൊന്നും വെള്ളരിക്കാപ്പുറമാണ്. ആ സമയത്ത് പോലും വായിക്കണം കേട്ടോ. ബൈജു പറഞ്ഞു പൂർത്തിയാക്കും. അല്ല ബൈജു പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ വാദം, അതിന്റെ തെളിവുകൾ, അതിന്റെ ഒരു മിനിറ്റ്. ബൈജു കൊട്ടക്കര, ഇവിടെ പ്രോസിക്യൂഷൻ സമർപ്പിക്കുന്ന എല്ലാ തെളിവുകളും നേരത്തെ മിനി വക്കീൽ പറയുന്നത് പോലെ ആ രീതിയിൽ അത് കോടതി സ്വീകരിക്കണമെന്നില്ല. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിൽ ഈ പറഞ്ഞ കണ്ണു ചേർക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവും. അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം അതിനേക്കാൾ ഉപരി ഈ കാർഡ്, ഈ ദൃശ്യങ്ങൾ അങ്ങേയറ്റം അന്യായമായി, അങ്ങേയറ്റം അതിക്രമം കാട്ടി ഒരു വൃത്തികെട്ടവൻ എടുത്ത ഈ ദൃശ്യങ്ങൾ അത് സുരക്ഷിതമല്ല എന്നാ പെൺകുട്ടി പേടിച്ചോണ്ടിരിക്കുക. ആ പെൺകുട്ടിക്ക് കാരണമുണ്ട്. എന്താ കാരണം? രാത്രി ആ കോടതിയിൽ ആരോ ഇരുന്ന് നോക്കി ആ സാധനം എന്തോ ചെയ്തു. ആ സാധനം അതിന് മറുപടി വേണ്ടേ? പോലീസ് അന്വേഷിക്കണ്ടേ? ആ മൂന്നമാരെ പിടിച്ച് ചാത്തിരണ്ടേ? എന്തേ ഉണ്ടാവുന്നില്ല? അതിനുവേണ്ടി കേസിന് പോയാളാണ് 8ാം പ്രതി. ഇതിന്റെ അന്വേഷണം നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 8ാം പ്രതി അതിന് കേസിന് പോയതാണ് കോടതിയിൽ. അയാൾക്ക് എന്താണ് അവകാശം കേസിന് പോകാൻ? ഈ മെമ്മറി കാർഡ് അവിടെ നിന്ന് ചോർന്നു. ആ ചോർന്ന് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ് 8ാം പ്രതി കോടതിയിൽ പോയില്ലേ? അതെന്തിനു വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? ആരെങ്കിലും 8ാം പ്രതിയോട് പറഞ്ഞു 8ാം പ്രതിയാണ് കൊണ്ടുപോയെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അയാൾ പോയത് കോടതിയിൽ? അല്ല, ഞാൻ പറഞ്ഞ ആ ചോദ്യം ഉത്തരമാണ്. മേൽക്കോടതി അതിന്റെ ആ കാര്യങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ. ഈ ജഡ്ജിനെ മാറ്റണമെന്ന് 4 പ്രാവശ്യം ഈ അതിജീവിത പറഞ്ഞോ? ഈ സർവൈവർ, അതിജീവിതം ഞാൻ വിളിക്കുന്നില്ല, ഈ സർവൈവർ പറഞ്ഞോ 4 പ്രാവശ്യം ജഡ്ജിനെ മാറ്റണമെന്ന്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? സുപ്രീം കോടതി വരെ പോയില്ലേ? രാഷ്ട്രപതിക്ക് കത്തെഴുതി, പ്രധാനമന്ത്രിക്ക് കത്തെഴുതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ട് അതിനകത്ത് ജഡ്ജിയെ മാറ്റരുത് എന്ന് പറഞ്ഞ ആരാ? പ്രതിഭാഗമല്ലേ പറഞ്ഞത്. ജഡ്ജിയെ മാറ്റാൻ താല്പര്യമില്ല, വേണ്ട. എന്നിട്ട് ഇപ്പൊ മിനി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, അഡ്വക്കേറ്റ് മിനി പറഞ്ഞപ്പോഴാണ് അറിയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറെ തല്ലാൻ ചെല്ലുന്നത് യൗമാരെന്താ ഗുണ്ടകളാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.